Hi viewers, welcome back to Car Darwin. ഇന്ത്യയിൽ ഇപ്പോൾ തുരുതുരാ വണ്ടികൾ ഇറക്കുന്ന ഒരു ബ്രാൻഡായി മാറിയൊക്കെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സെഗ്മെൻറ്റിലും അവർ പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം അത്യാവശ്യം അടിപൊളി വണ്ടികളാണ്. ആ കൂട്ടത്തിലേക്ക് പുതിയൊരു വണ്ടി കൂടെ വരാൻ പോവുകയാണ്. ഓൾറെഡി ഈ വണ്ടിനെക്കുറിച്ച് നമുക്കറിയാം. ഇത് നമ്മുടെ റോഡ്സ്റ്റർ 450 ആണ്. ഈ വണ്ടിയുടെ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് സ്പോട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് സ്പോട്ട് ചെയ്തൊക്കെയാണ്. അതായത് നമ്മുടെ ഹിമാലയൻ 450നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റോഡ്സ്റ്റർ ബൈക്ക്. ഹിമാലയൻ 450യുടെ ആ ഒരു സെയിം എഞ്ചിനും സെയിം ഫ്രെയിമൊക്കെ വരുന്ന ഒരു റോഡ്സ്റ്റർ ബൈക്ക്. അതാണ് ഈ ഒരു റോഡ്സ്റ്റർ 450 എന്ന് പറഞ്ഞ ബൈക്ക്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവർ ഒരു റിട്രോ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു എഞ്ചിൻ ഭയങ്കര മോഡേൺ ആണെങ്കിലും ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു റിട്രോ ഡിസൈനാണ്. ഫ്രണ്ടിൽ വന്നേക്കുന്നത് റൗണ്ട് ഷേപ്പിലെ ഹെഡ് ലാമ്പാണ്. അതൊരു LED ഹെഡ് ലാമ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പുള്ള ടാങ്കാണ് വന്നേക്കുന്നത്. സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസ് സീറ്റാണ്. പിന്നെ റിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ 450യിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഏകദേശം ഈ വണ്ടിയുടെ റിയർ ബാഗും ഇരിക്കുന്നത്. ആ ഒരു ടെയിൽ ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ ഒരു ടെയിൽ ലാമ്പ് നമ്മൾ ഹിമാലയൻ 450 കണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. പക്ഷേ ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു സിംഗിൾ പീസ് സീറ്റാണ്. പിന്നെ ആ ഒരു എക്സോസിൻ്റെ ഡിസൈൻ നോക്കിയാലും അതും ഏതാണ്ട് നമ്മുടെ ഹിമാലയൻ 450 ആയിട്ട് സെയിം സാധനം തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഫ്രെയിമൊക്കെ ഏകദേശം നമ്മുടെ ഹിമാലയൻ 450 തന്നെയാണെങ്കിലും പുതിയൊരു സബ് ഫ്രെയിം അവർ ഈ വണ്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നിലവിൽ ആ ഒരു ഫീച്ചേഴ്സും ഹാർഡ്വെയർസൊക്കെ നോക്കിയാലും നമുക്ക് ആ ഒരു പടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നേക്കുന്നത് നമ്മൾ ഹിമാലയൻ 450 കണ്ട ആ സെയിം സാധനം തന്നെയായിരിക്കും. ആ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. അതിൽ നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു വീല് നോക്കുകയാണെങ്കിൽ അത് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഡ്യുവൽ പർപ്പസ് ടയേഴ്സൊക്കെ ആയിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS കിട്ടും. അതേപോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ഡ്യുവൽ ചാനൽ ABS ആയിരിക്കും ഈ വണ്ടിയിൽ കിട്ടാൻ പോകുന്നത്. റൈഡ് ബൈ വയറൊക്കെ ആയിരിക്കും ത്രോട്ടിൽ. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കാം. അത് ഇതിൻ്റെ എഞ്ചിനാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്ത് വെച്ച് ഏറ്റവും മോഡേണായ എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ഹിമാലയൻ 450 കണ്ട ആ സെയിം എഞ്ചിൻ. ഒരു 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 39.5 HP 8000 RPM അതേപോലെ തന്നെ 40 Nm ടോർക്ക് 5.5K RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 40 Nm എന്ന് പറഞ്ഞാൽ വലിയൊരു ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സൂപ്പർ കച്ചും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രയംഫിൻ്റെ സ്പീഡ് 400 ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂക്ക് 390 ഉണ്ട്. അതേപോലെ തന്നെ ഹാർലിയുടെ X440 ഉണ്ട്. അങ്ങനെ ഒരുപാട് ബൈക്കുകളാണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ളത്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് 390യും അതേപോലെ തന്നെ ഹസ്കോറിനയുടെ ഏറ്റവും പുതിയ സ്വാപ്ലിൻ 400 രണ്ടിലും വരുന്നത് സെയിം എഞ്ചിനാണ്. ആ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ഏകദേശം 45 HP പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 39 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവർ കുറച്ച് കുറവാണെങ്കിലും ഡ്യൂക്ക് 390 എഞ്ചിനേക്കാളും ടോർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയൻ 450യുടെ ആ ഒരു എഞ്ചിനാണ്. 40 Nm ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു സ്പീഡ് 400ഉം അതേപോലെ തന്നെ നമ്മുടെ ഹാർലിയുടെ X440 കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിനേക്കാളൊക്കെ പവറും ടോർക്കും കൂടുതൽ ഈ ഒരു നമ്മുടെ ഹിമാലയൻ 450യുടെ ആ ഒരു എഞ്ചിന് തന്നെയാണ്. അതായത് അത്യാവശ്യം നല്ലപോലെ തന്നെ പവർഫുൾ ആയ ഒരു എഞ്ചിനാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഈ ഒരു സെഗ്മെൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390 ഏകദേശം 3.12 ലാഖോളം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. സ്വാപ്ലിൻ 400 ആണെങ്കിൽ അതിന് 3 ലാഖോളം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്പീഡ് 400 ആണെങ്കിൽ അതിന് 2.33 ലാഖോളം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹിമാലയൻ 450ക്ക് ഏകദേശം 2.6 ലാഖോളാണ് എക്സ്-ഷോറൂം പ്രൈസ് വന്നേക്കുന്നത്. എന്തായാലും ഈ ഒരു റോഡ്സ്റ്റർ വണ്ടിക്ക് അതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും. അപ്പം നല്ല കോമ്പറ്റീറ്റീവ് ആയ ഒരു പ്രൈസിൽ ഇത് ലോഞ്ച് ചെയ്യണമെങ്കിൽ പക്ക സക്സസ് ആകാൻ പോകുന്നൊരു വണ്ടിയാണ് നമ്മുടെ റോഡ്സ്റ്റർ 450 എന്ന് പറയുന്നത്. കാരണം ആ ഒരു പെർഫോമൻസും കിട്ടുന്നുണ്ട്, ആ ഒരു റെട്രോ ഫീലിംഗ് കിട്ടുന്നുണ്ട്. രണ്ടും തരുന്നൊരു വണ്ടിയായിരിക്കും നമ്മുടെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന റോഡ്സ്റ്റർ 450 എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.